ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിൻസി. 2025-26 അധ്യയന വർഷത്തിൽ കേരള BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ സമർപ്പണ നോട്ടിഫിക്കേഷൻ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് 2025ന്റെ അപ്ഡേറ്റഡ് പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസും കാണാൻ സാധിക്കുന്നതായിരിക്കും. പുതിയൊരു സന്തോഷ വാർത്ത, ഈ കൊല്ലവും എല്ലാ വർഷത്തെ പോലെ LBS ത്രൂ വഴി മാത്രമാണ് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നതും അഡ്മിഷൻ നടക്കുന്നതും എല്ലാം. അതോടൊപ്പം തന്നെ 3 പുതിയ കോഴ്സുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏതെല്ലാമാണ് കോഴ്സുകൾ എന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിൻ്റെ നേറ്റിവിറ്റി, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഏജ് ക്രൈറ്റീരിയ, ഇതൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ്. അവരൊരു കട്ട് ഓഫ് ഡേറ്റ് കൂടി പറയുന്നുണ്ട്, ജൂൺ 7. പക്ഷെ ജൂൺ 7 വരെയൊന്നും ആരും പോകേണ്ട ആവശ്യമില്ല. ജൂൺ 4 തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു മാറ്റവുമില്ല. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും സർവീസ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും 800 റുപ്പീസും അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിന് 400 റുപ്പീസും ആയിരിക്കും. പേയ്മെന്റ് നമുക്ക് ഐദർ ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമുക്ക് ചെലാൻ വഴി ബാങ്ക് ട്രാൻസ്ഫറും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി നോക്കിയാലോ. ഒന്നാമതായി നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ LBS ആണിത്. അപ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. പകരം കേരളത്തിൽ തുടർച്ചയായി 5 വർഷം പഠിച്ച സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ച കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഓവർസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാരൻസ്, അവർ കേരളത്തിന് വേണ്ടി 2 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾക്കും അപ്ലൈ ചെയ്യാൻ അവർ എലിജിബിൾ ആണ്. അടുത്തതായി ഏജ് ലിമിറ്റ്. 17 വയസ്സ് പൂർത്തിയായിരിക്കണം. BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളാണെങ്കിൽ 35 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ BSc MLT, BSc ഒപ്റ്റോമെട്രി പോലുള്ള കോഴ്സുകളാണെങ്കിൽ 46 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏജ് ലിമിറ്റിന്റെ കാര്യത്തിൽ ഒരു ഇളവും ലഭിക്കുന്നതല്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കേരള ബോർഡിന്റെ 12th എക്സാമോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ഒരു എക്സാമോ പാസ്സായിരിക്കണം. ഇനി കോഴ്സുകൾ ഡിഫറെൻറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ BASLP, BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, ഈ 2 കോഴ്സുകൾക്കും പ്രത്യേകം തന്നെ ക്രൈറ്റീരിയ ആയിരിക്കും. BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വേറെ ക്രൈറ്റീരിയയും. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ക്രൈറ്റീരിയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ 50% കൂടുതൽ മാർക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രത്യേക സബ്ജക്റ്റുകളും നമ്മൾ പാസ്സായിരിക്കണം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ എലിജിബിൾ ആവുള്ളൂ. ഇനി BASLP കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ +2 അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി മസ്റ്റാണ്. 3ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി ഓർ മാത്സ് ഓർ എക്കണോമിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ സൈക്കോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് മതി. ഈ ഒരു 3 സബ്ജക്റ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 50%-ൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇൻഡിവിജ്വലി ഈച്ച് സബ്ജക്റ്റ് പാസ്സായിരിക്കുകയും ചെയ്യണം. 3ാമത്തെ കോഴ്സായ BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ കേരള ബോർഡിന്റെ +2 പരീക്ഷ തുല്യമായ ഏതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്സ് മൊത്തത്തിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഈച്ച് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് പാസ്സായിരിക്കുകയും വേണം. സോ ഇതൊക്കെയാണ് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ LBSന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി കാറ്റഗറി തിരിച്ചു പറയാനാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 50% ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കാസ്റ്റുകളാണെങ്കിൽ ഒരു 5% ഡിസ്കൗണ്ട് ഉണ്ട്. 45% മാത്രം മാർക്ക് നേടിയാൽ മതി. ഇനി അതല്ല SC ST ആണെങ്കിൽ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി, അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 എനിക്കറിയാം പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 21 മുമ്പായിരിക്കും. അപ്പോൾ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ സെറ്റാക്കി വെക്കുക ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സിന് പോകണം എന്നുള്ളത്. അപ്പോൾ ഒരു എല്ലാം മൈൻഡിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ 12th റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോ ഉള്ള ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ തുടർന്നുള്ള പ്രൊസീജിയറുകൾക്ക് നമ്മൾ എലിജിബിൾ ആകുകയുള്ളൂ. അപ്പോൾ ആരും തന്നെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. സോ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ, LBSന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അടങ്ങിയിരിക്കുന്ന വീഡിയോകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.